എത്തുമ്പോൾ നമുക്കപ്പോ ഒരു കൊച്ചതിഥി കൂടി അതിഥിയല്ല, ഒരു VIP അതിഥി കൂടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ പാലക്കാട്ടുകാരൻ തന്നെ പറയും. പേര് പറഞ്ഞങ്ങ് തുടങ്ങിക്കോ. എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഫൈനലിസ്റ്റാണ്. പിന്നെ 4-5 സിനിമകളിൽ പാടിയിട്ടുണ്ട്. സ്റ്റേഷൻ 5, ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, തുണ്ട്, പച്ചപ്പ് തേടി എന്ന സിനിമകളിൽ പാടി. നിങ്ങൾ പാട്ടുപാടിയായിരിക്കില്ലേ? മൈക്ക് ഇങ്ങനെ ചുണ്ടിനോട് ചേർത്ത് വെച്ചുള്ള ശീലം അല്ലേ? അതെ. നമ്മളെ റിപ്പോർട്ടിങ്ങിലും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലേ? പാലിക്കാറുണ്ടോ അത് ചില ഘട്ടത്തിൽ? ഓക്കെ, നമ്മളെ ശബ്ദം കേൾക്കാത്ത സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വേണ്ടി വരും. നമുക്കൊരു പാട്ടിലേക്ക് അടക്കാം. ലളിതഗാനമാണ് ഐറ്റം എങ്കിൽ പോലും നമുക്ക് വേണ്ടി ഒരു സിനിമാറ്റിക് അല്ലെ, നമുക്ക് ഒരു സിനിമാ ഗാനം തന്നെ കേൾക്കാം. 4-5 സിനിമയിൽ പാടിയ ആളാണ്. അപ്പൊ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് തുടങ്ങിക്കോ. വട്ടയപ്പം ഉണ്ടെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടയപ്പം ഉണ്ടെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പരാകെ പകലിരവരും എഴുതിരിയുടെ തിരിയലകളിൽ ഒഴുകണ ഊരാകെ, പല വഴികളിൽ ഇടവകളിൽ ചെറുതിരി പടരണ ഉള്ളാകെ. പുതുകണവികൾ ഒഴിച്ചു തരണ തുരുപരകിട്ട വരവിതിരാവാണേ നേരാണേ. വട്ടയപ്പം ഉണ്ടെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടയപ്പം ഉണ്ടെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം തന്നെയാണ് ലളിതഗാനത്തിലെ A ഗ്രേഡുമായി വന്ന് 4-5 സിനിമകളിലും പാടിയിട്ടുണ്ട്. ഈ യാത്ര അങ്ങനെ തന്നെ തുടരട്ടെ. അടുത്ത ഇന്റർവ്യൂ എടുക്കാനൊക്കെ ഞാൻ തന്നെ ആയിരിക്കും വരിക. എന്നാലും അതെ, ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ തരുമോ ഇന്റർവ്യൂ? ഓ തീർച്ചയായിട്ടും. മോന്റെ പേര് മറന്നുപോയി. എൻ്റെ പേര് ശ്രീഹരി. ശ്രീഹരി. വീട്ടിലാരൊക്കെ മോനെ? എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ, അമ്മമ്മ. എല്ലാരും കലാകാരന്മാരാണോ? എല്ലാവരും കലാകാരൻ ആണോ? പക്ഷെ എന്തായാലും നമുക്കൊരു ലളിതഗാനം കൂടി കേൾക്കണം എന്ന് പ്രേക്ഷകരും കൂടെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അതല്ലേ നമുക്ക് വേദിയിൽ പാടിയ ആഴ്ച ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു വന്നാല്. ദുഃഖ നീലാംബരി നീമാതള കാട്ടിൽ ഇത്രമേലാർദ്രമായി കരയുന്നു. ഒറ്റയ്ക്കു പാടാതെ ആരെയോർത്തിരിക്കുന്നു. നഷ്ടക്കിനാവിൻ്റെ സ്നേഹക്കിളി. ദുഃഖ നീരാംബരി നീർമാതള കാട്ടിൽ ഇത്രമേലാർദ്രമായി കരയുന്നു. മനസ്സിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങുന്ന ഒരു ശബ്ദം തന്നെ. പെട്ടെന്ന് ആ മൂടങ്ങ് മാറ്റിയല്ലേ? നേരത്തെ മറ്റേ പാട്ട് പാടി, അടിപൊളി പാട്ട് പാടി നമ്മൾ വേറൊരു മൂഡിലേക്ക് എത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു മെലഡിയിലേക്കല്ലേ? മെലഡി ലളിതഗാനം പലപ്പോഴും അങ്ങനെയാണ്. അത് ആ തരത്തിലാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. പാട്ട് തന്നെ നമുക്ക് വലിയൊരു എനർജിയാണ്. അത് ഇനിയും ദിവസങ്ങളിലും. വേറെ ഏതൊരു ഐറ്റം ഉണ്ടോ? ഇല്ല, ഞാൻ ഈ ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായാലും മറക്കണ്ട. തീർച്ചയായിട്ടും. വീണ്ടും കാണാം. കൺഗ്രാറ്റ്സ്. ശരി, അപ്പൊ ഇതൊക്കെയാണ് കലോത്സവ വേദിയിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ലളിതഗാനം കേട്ടു, നമ്മൾ ഒപ്പന കണ്ടു, വട്ടപ്പാട്ട് കണ്ടു. കണ്ടതൊക്കെ ബാക്കി ഇനിയും കാണാനേറെ ഉണ്ട് എന്നുള്ളതാണ്. കാണാനുള്ളതാണ് അതിമനോഹരം എന്നുള്ളതാണ്. കണ്ടതൊക്കെയും മനോഹരം, കാണാനുള്ളത് അതിമനോഹരം. പഠിച്ച ഡയലോഗാണല്ലോ ഇത്. എല്ലാവർക്കും അറിയുന്നല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും എപ്പോഴും പറയുന്ന കുറച്ച് അതുപോലെയുള്ള അക്ഷയുടെ ഉൾപ്പെടെ ഡയലോഗുകളും ബാക്കിയാണ് വരും ദിവസങ്ങൾ. അത് നമുക്ക് തുടർന്ന് തന്നെ എങ്ങനെ പോകും.